അതുണ്ടല്ലോ നമ്മൾ ചിരിച്ചും വർത്താനം പറഞ്ഞോളെ ഈ ഒരു പോക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു വലിയ ടെൻഷനിലേക്കാണ് പോകുന്നതെന്നുള്ളത് ഞങ്ങൾ ഈ പോക്കിൽ ഓർത്തേ ഇല്ല കേട്ടോ. നമ്മൾ സ്റ്റേഷനിൽ ചെന്നപ്പോഴേക്കും നമ്മുടെ വണ്ടി വിട്ടുപോകുന്നു, ചങ്ങല വലിച്ചെടുത്ത് കയറേണ്ടി വരുമെന്നും പെനാൽറ്റി അടക്കേണ്ടി വരുമെന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അന്നത്തേത്. നല്ല മഴയുണ്ടായിരുന്നു, നല്ല ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വൈകി എത്താനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അരമണിക്കൂർ മുന്നേ സ്റ്റേഷനിൽ എത്തത്തക്ക രീതിയിലാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മൾ വിചാരിച്ചതിൻ്റെ അങ്ങേ ഇപ്പുറത്തെ ബ്ലോക്കായിരുന്നു. വണ്ടി ഒരു ഇഞ്ച് മുന്നോട്ടെടുക്കാൻ പാവം ചേട്ടൻ കിടന്ന് കഷ്ടപ്പെടുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഒരു കണക്കാണ് നമ്മുടെ ആ ബാഗും എല്ലാം, 2 വലിയ പെട്ടി ഉണ്ടായിരുന്നു, അത് കൂടാതെ എൻ്റെ കയ്യിൽ ഒരു വലിയ ബാഗ് ഉണ്ടായിരുന്നു, എല്ലാത്തിനും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം വലിച്ച് ഒരു കണക്കിനായിട്ടോ സ്റ്റെപ്പൊക്കെ കയറിയത് എങ്ങനെ വന്നെന്ന് എനിക്കൊരു പിടുത്തവുമില്ല. ശരിക്കും ഇങ്ങനെ പട്ടി കഥക്കുന്ന പോലെ കഥക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ കഥച്ചിട്ട് ഈ ബാഗപ്പൊക്കെ ഓടിയിട്ട് ചുണ്ടും നാഗമൊക്കെ ഉണങ്ങി വരണ്ട് എനിക്ക് തല കറങ്ങിപ്പോയി. ഡോപ്പിയും പറയാനും തല കറങ്ങുമായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ഡാഡി കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ വണ്ടി കിട്ടില്ലായിരുന്നു. അപ്പോൾ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഞാനും ഡോപ്പിയും കൂടി ചാടി പെട്ടിയൊക്കെ ഇട്ട് അകത്തേക്ക് കയറിയത്. അപ്പോൾ നമ്മുടെ കൂടെ യാത്ര ചെയ്യാനായിട്ട് ഡോക്ടർ കൂടെയാണ്. ഡോക്ടറിന് ഇതുവരെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, കാണിച്ചു തരാൻ കേട്ടോ. അപ്പോൾ രാജു സാർ നോക്കുമ്പോൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സാർ കയറിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചങ്ങല വലിച്ച് നിർത്തേണ്ടി വന്നു. ചങ്ങല വലിച്ചു, വണ്ടി നിന്നു, പോലീസ് വന്ന് കാര്യം ചോദിച്ചു. അപ്പോൾ നമ്മൾ കാര്യം പറഞ്ഞു ഡോക്ടർ അദ്ദേഹത്തിന് അങ്ങനെ ഓടിച്ചാടി അങ്ങനെ കയറാൻ പറ്റും, നമ്മൾ കയറി അദ്ദേഹം കണ്ടുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഇതിൽ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. പിന്നെ സാറിനെ കയറാൻ വേണ്ടി അങ്ങനെ നിർത്തി. 1300 രൂപ അതാണ് നമ്മളുടെ പെനാൽറ്റി വന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അടച്ചു. പക്ഷെ അത് അടച്ചാലും അദ്ദേഹത്തെ കയറ്റാൻ പറ്റുമല്ലോ, ഇങ്ങനെ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചങ്ങള വലിച്ചത് എന്നുള്ളൊരു സമാധാനത്തിലൊക്കെയാണ് ഈ ഒരു പോക്ക്. പിന്നീട് നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഇന്നത്തേക്കുള്ള ഫുഡെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ കുറേ നേരം ഇരുന്ന് കതച്ച് ആ കതപ്പൊക്കെ മാറ്റി ആ വിഷമമൊക്കെ കഴിഞ്ഞിട്ടുള്ള സീൻസാണ് നിങ്ങൾ ഈ ഇതിനകത്ത് കാണുന്നത് മുഴുവൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോ നേരത്തെയും ഫുഡൊക്കെ കഴിച്ച് സമാധാനമായപ്പോൾ രാത്രി കിടന്നത് ആ ബെഡൊക്കെ എല്ലാം സെറ്റാക്കി. ഇതെല്ലാം വോയിസ് ഓവർ ചെയ്യുന്നത് ഇവിടെ ട്രെയിനിൽ വെച്ചാണ്, ഇന്നലത്തെ പോലെ തന്നെ. അപ്പോൾ ഒരു ദിവസം അപ്ഡേഷൻസ് ഒക്കെ തരാം. രാത്രിയായപ്പോൾ ഞങ്ങൾ അങ്ങനെ കിടന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വണ്ടിയിൽ കയറിയിട്ടും ആ ഒരു മനസ്സിലെ ഒരുതരം ആ ഒരു അവസ്ഥയിലെ എന്താണെന്ന് എനിക്കറിയില്ല, അത് പറഞ്ഞുതരാം. ആ ഒരു അവസ്ഥ മാറുന്നേ ഉണ്ടായിരുന്നില്ല. കുറേ കഴിഞ്ഞാണ് ഞങ്ങളൊന്ന് റിലാക്സ്ഡ് ആയത് കേട്ടോ. ജീവിതത്തിൽ ആദ്യമാണ് ഇങ്ങനെ അനുഭവം. ഇന്നൊരു പാഠം പഠിച്ചു. അരമണിക്കൂർ മുന്നേ അല്ല, 1 മണിക്കൂർ മുന്നെങ്കിലും നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മൾ ട്രെയിനിലെത്താനുള്ള പണി നോക്കണം എന്നുള്ളത്. അപ്പോൾ അപ്ഡേഷൻസായിട്ട് ഞാൻ ഓരോ ദിവസം വരാം. അപ്പോൾ എല്ലാവരും കാണണം. നാളെ കാണാം. ബൈ.